ഹായ് ഹലോ മൈ ഡിയർ കുട്ടീസ്, എന്നാ ഉണ്ട് വിശേഷം? എല്ലാവരും നന്നായിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ നമുക്കൊരിച്ചിരി നീണ്ട് പോയായിരുന്നു ക്ലാസ് എടുക്കാനായിട്ട്, നമുക്ക് പറ്റിയില്ല. എന്നാലും ഇന്ന് മുതൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ എളുപ്പത്തിൽ എടുത്തു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്നാ പഠിച്ചത്, എന്തോ പഠിച്ച ഓർമ്മയുണ്ടോ? നമ്മൾ ഇച്ചിരി ഒന്ന് താമസിച്ച് പോയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഓർമ്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കരമായ ഓർമ്മ കാണുമെന്നല്ലേ? ഞാൻ തന്നെ പറയാം. ഡിഫറൻസസ് ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയിരുന്നത്. പിന്നെ നമ്മളൊരു ആക്ടിവിറ്റി കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഫ്രഷ് ആയിട്ട് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡാണ്. എന്താണ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ്? അതിനകത്ത് നമ്മൾ പറയാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് സൊല്യൂട്ട്സ് എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഫുഡ്. അത് സാധ്യതയുള്ളതാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡെന്ന് പറയുന്നത് എപ്പോഴും ഗ്ലൂക്കോസിൻ്റെ രൂപത്തിലായിരിക്കും. ആ ഗ്ലൂക്കോസ് പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഏതിൻ്റെ രൂപത്തിലാണ്? സ്റ്റാർച്ചിൻ്റെ രൂപത്തിലായിരിക്കും. ഓക്കെ, ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ദ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ദെയർ ഫുഡ് ആസ് ഗ്ലൂക്കോസ് വിച്ച് ഇസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. ഇനി ഈ സ്റ്റാർച്ച് എന്ന് പറയുന്നത് പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത് സൂക്രോ സൊല്യൂഷനായിട്ട് മാറും. ഈ സൂക്രോ സൊല്യൂഷൻ ഫ്ലോയത്തിലൂടെ കയറി പ്ലാന്റ്സിനകത്തുള്ള എല്ലാ പാർട്സിലും, അപ്വേർഡ്സിലും ഡൗൺവേർഡ്സിലുള്ള പ്ലാന്റിൻ്റെ എല്ലാ പാർട്ടിലും ഇൻക്ലൂഡിങ് റൂട്ട്സിലുൾപ്പെടെ ഈ സൂക്രോ സൊല്യൂഷൻ കടന്നു പോകും. ഈ സൂക്രോ സൊല്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു, ഈ സൂക്രോ സൊല്യൂഷൻ എന്താണ്? ഈ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്ത ഫുഡാണ്. അതായത് ഗ്ലൂക്കോസിൻ്റെ രൂപത്തിൽ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഗ്ലൂക്കോസ് പിന്നെ സ്റ്റാർച്ചിൻ്റെ ഫോമിലാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെയാണ് ഈ സൂക്രോ സൊല്യൂഷനായിട്ട് മാറി ഈ പ്ലാന്റിലുള്ള എല്ലാ പാർട്സിലും ഫ്ലോയം വഴി, അതായത് നമ്മുടെ വാട്ടറും മിനറൽസും എല്ലാം പ്ലാന്റിന് കിട്ടുന്നു. ഇതിന് പറയുന്ന ഒരു പേരാണ് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് സൊല്യൂട്ട്സ് അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. ഇനി വാട്ടർ അബ്സോർപ്ഷൻ ബൈ ദ റൂട്ട്സിലൂടെയാണ് നമുക്ക് വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണത് നമുക്ക് നോക്കാം ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചറിൽ. റൂട്ട് സിസ്റ്റം ഓഫ് എ പ്ലാന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ചെറിയൊരു പിക്ചർ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൽ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വേറെ ഒന്നും വായിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, നമുക്ക് അതിനകത്ത് നോക്കിയാൽ നമുക്ക് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. ഫസ്റ്റ് എന്ന് പറയുന്നത് ഏതൊരു പ്ലാന്റിനാണെങ്കിലും ഒരു മെയിൻ റൂട്ടുണ്ട്. ആ മെയിൻ റൂട്ടിൽ നിന്ന് വരുന്നതാണ് ഈ ലാറ്ററൽ റൂട്ട് അല്ലെങ്കിൽ ബ്രാഞ്ച് റൂട്ട്സ് വരുന്നത്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ, ഏതൊരു പ്ലാന്റിനും ഒരു മെയിൻ റൂട്ടുണ്ട്, അതിൽ നിന്നാണ് ലാറ്ററൽ റൂട്ട്സ് അല്ലെങ്കിൽ ബ്രാഞ്ച് റൂട്ട്സ് വരുന്നത്. ഈ ബ്രാഞ്ച് റൂട്ട് അല്ലെങ്കിൽ ഈ ലാറ്ററൽ റൂട്ടിൽ നിന്നാണ് ചെറിയ ചെറിയ ഫൈൻ ഔട്ട് ഗ്രോത്ത്സ്, അതായത് ലാർജ് നമ്പർ ഓഫ് ഫൈൻ ഔട്ട് ഗ്രോത്ത്സ് പറയും. ചെറിയതായിട്ടുള്ള നമുക്ക് കണ്ണിന് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായിട്ടുള്ള, എന്ന് വെച്ചാൽ അതിനകത്തുള്ള എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കണ്ണിന് നമുക്ക് കാണാൻ പറ്റത്തില്ല. നമുക്കൊരു മൈക്രോസ്കോപ്പിനുള്ളിലൊക്കെ നോക്കിയാലേ അറിയാൻ പറ്റും. അപ്പോൾ ചെറിയ വേറെ റൂട്ടുകൾ വരുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് റൂട്ട് ഹെയർസ് എന്ന് പറയും. ഏതാണ്? റൂട്ട് ഹെയർസ്. അപ്പോൾ ഏതൊരു പ്ലാന്റ് എടുത്താലും നമുക്കൊരു മെയിൻ റൂട്ട് കാണാൻ സാധിക്കും. അതിൽ നിന്നും വേറെ കുറച്ച് ഇച്ചിരി കൂടെ ചെറിയതായിട്ട് ഈ മെയിൻ റൂട്ടിൽ നിന്ന് കുറേ ചെറിയ റൂട്ട്സ് വരും. അതിനാണ് നമ്മൾ ലാറ്ററൽ റൂട്ട് അല്ലെങ്കിൽ ബ്രാഞ്ച് റൂട്ട്സ് എന്ന് പറയുന്നത്. ഈ ലാറ്ററൽ റൂട്ട് അല്ലെങ്കിൽ ബ്രാഞ്ച് റൂട്ട് ബെയർ ചെയ്യുന്ന ഒരുപാട് ലാർജ് നമ്പർ ഓഫ് ഫൈൻ ഔട്ട് ഗ്രോത്ത്സിനെ പറയുന്ന പേരാണ് റൂട്ട് ഹെയർസ് എന്ന്. ഇനി നമ്മൾ റൂട്ട് ഹെയർ എന്താണെന്ന് നോക്കാൻ പോവാണ്. റൂട്ട് ഹെയർ എപ്പോഴാണെങ്കിലും നമുക്ക് ഒരു മൈക്രോസ്കോപ്പിലോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴേ നമുക്ക് അതിനകത്തുള്ള എല്ലാ മാഗ്നിഫൈഡ് പോയിൻറ്റ്സിലുള്ള എല്ലാ അതിൻ്റെ പാർട്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് എ ലോങ് പ്രൊട്യൂബറൻസ് ഓഫ് എ എപ്പിഡെർമൽ സെൽ ഓഫ് ദി റൂട്ട്. എപ്പിഡെർമൽ സെൽ എന്ന് വെച്ചാൽ എന്താണ്? പുറം തൊലി കോശം എന്നൊക്കെ പറയും. കറക്റ്റ് മീനിങ് അങ്ങനെയൊക്കെയാണ്. പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും നോക്കണ്ട. ജസ്റ്റ് എപ്പിഡെർമൽസ് എന്ന് വെച്ചാൽ പുറമേ ഉള്ള ഒരു പാർട്ടാണ് പറയുന്നത്. എപ്പിഡെർമൽ സെൽ എന്ന് പറയുമ്പം പുറത്തുള്ള റൂട്ടിൻ്റെ പുറം തൊലി എന്ന് തന്നെ പറയാം, പുറത്തെ പാർട്ട്. അപ്പോൾ ഇതൊരു പ്ലാന്റ് സെല്ലാണെങ്കിൽ ഏതൊരു പ്ലാന്റ് സെല്ലിനെ നമ്മളിപ്പോൾ എടുത്താലും അതിനൊരു ഔട്ടർ സെൽ വോൾ ആൻഡ് ആൻ ഇന്നർ സെൽ മെംബ്രെയിൻ കാണും. ഒരു ഔട്ടറായിട്ടൊരു സെൽ വോളും കാണും, ഇന്നറായിട്ട് ഒരു സെൽ മെംബ്രെയിനും കാണും. ഈ ഔട്ടർ സെൽ വോൾ എപ്പോഴും റിജിഡ് ആയിരിക്കും. ആൻഡ് ദ ഇന്നർ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് എൻക്ലോസസ് ദ ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം ആൻഡ് ഇറ്റ്സ് കണ്ടൻസ്.
ഔട്ടർ സെൽ വോൾ എന്ന് പറയുന്നത് റിജിഡ് ആയിരിക്കും, അതിനൊരു അയവൊന്നും കാണത്തില്ല ഈ ഔട്ടർ സെൽ വോളിന്. പക്ഷേ ഇന്നർ സെൽ മെംബ്രെയിൻ ഉണ്ടെന്ന് പറയാം. സെൽ മെംബ്രെയിനകത്ത് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? എൻക്ലോസസ് ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം ആൻഡ് ഇറ്റ് കണ്ടൻസ്. സൈറ്റോപ്ലാസവും അതിൻ്റെ ഘടകങ്ങളും എല്ലാം കാണാൻ പറ്റും. പിന്നെ ന്യൂക്ലിയസിനെ വലയം ചെയ്തിരിക്കുന്ന ഒരു സെൽ മെംബ്രെയിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഇന്നർ സെൽ മെംബ്രെയിനകത്ത് എൻക്ലോസസ് ന്യൂക്ലിയസ് വലയം ചെയ്തിരിക്കും. പിന്നെ സൈറ്റോപ്ലാസവും അതിൻ്റെ കണ്ടൻസും കാണാൻ പറ്റും, ഘടകങ്ങളും കാണാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞു ഔട്ടർ സെൽ വോൾ റിജിഡാന്ന് പറഞ്ഞു. അതിൻ്റെ പെക്യൂലിയാരിറ്റീസ് അല്ലെ അതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണെന്ന് നമ്മൾ അറിയണ്ടേ. ഈ സെൽ വോൾ എന്ന് പറയുന്നത് ഫ്രീലി പെർമിയബിൾ ആയിരിക്കും, സ്വതന്ത്രമായിട്ട് പ്രവേശിക്കാൻ പറ്റുന്നതാണ്. ഈ ഫ്രീലി പെർമിയബിൾ എന്ന് വെച്ചാൽ സ്വതന്ത്രമായിട്ട്, ആരുടെ ഒരു അനുവാദമൊന്നും വേണ്ട, സ്വതന്ത്രമായിട്ട് തന്നെ അങ്ങ് പ്രവേശിക്കാൻ പറ്റും. ദി സെൽ വോൾ ഇസ് സെഡ് ടു ബി ഫ്രീലി പെർമിയബിൾ ആസ് ഇറ്റ് അലൗസ് ഓൾ സബ്സ്റ്റൻസസ് ടു പാസ് ത്രൂ ഇറ്റ്. അപ്പം ഈ വാട്ടർ മിനറൽസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രീലി പെർമിയബിൾ ആയിരിക്കും, സ്വതന്ത്രമായിട്ട് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു സെൽ വോളാണ് പ്ലാന്റിനുള്ളത്. ദ സെൽ മെംബ്രെയിൻ ഈസ് സെമി പെർമിയബിൾ. സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെമി പെർമിയബിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ സെമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് മാത്രം, പകുതി മാത്രം എന്ന് പറയുന്നത്. ഫ്രീ എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായിട്ട് ഫുള്ളായിട്ട് എല്ലാ സബ്സ്റ്റൻസസും പാസ് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത് ഓൾ സബ്സ്റ്റൻസസ് പാസ് ത്രൂ ഇറ്റ്. പക്ഷേ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് എപ്പോഴും സെമി പെർമിയബിൾ ആയിരിക്കും. ഇറ്റ് അലൗസ് ദ വാട്ടർ മോളിക്യൂൾസ് ടു പാസ് ത്രൂ ഇറ്റ് ബട്ട് പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് എനി ലാർജർ മോളിക്യൂൾസ്. വാട്ടർ മോളിക്യൂൾസിന് മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഏതാണ്? ഈ സെമി പെർമിയബിളിനകത്തൂടെ. അല്ലാതെ പ്രിവെൻറ്റ് ചെയ്യും. എന്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന? ലാർജർ മോളിക്യൂൾസ്, വലിയതായിട്ടുള്ള ലാർജർ മോളിക്യൂൾസിനൊന്നും ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിലോട്ട് കടന്നു പോകാൻ സാധിക്കത്തില്ല. അതിനാണ് സെമി പെർമിയബിൾ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ചെറിയ ചെറിയ വാട്ടർ മോളിക്യൂൾസൊക്കെ പാസ്സാവാൻ പറ്റും അതിലൂടെ. This feature of the cell membrane facilitates the movement of water molecules from the soil into the root cells. The cell sap in the root hair cell is said to be high concentration as it contains more solutes compared to the surrounding soil water. This promotes water absorption. അപ്പം നമ്മൾ പറഞ്ഞ് ഫ്രീലി പെർമിയബിൾ ആണ് സെൽ വോൾ എന്ന് പറയുന്നത്. സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെമി പെർമിയബിൾ. അതിനെക്കുറിച്ചും എന്താണെന്ന് പറഞ്ഞു കഴിയും. സെൽ സാപ്പ് എന്തുവാന്ന് നോക്കുക. സെൽ സാപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലിക്വിഡ് ഇൻസൈഡ് ദ ലാർജ് സെൻട്രൽ വാക്യൂൾ ഓഫ് എ പ്ലാന്റ്. Cell sap serves as a storage of materials and provides mechanical support. മെക്കാനിക്കൽ സപ്പോർട്ടൊക്കെ നോൺ വുഡി പ്ലാന്റ്സിന് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പാർട്ട് കൂടെയാണ് നമ്മുടെ സെൽ സാപ്പ് എന്ന്. ഇറ്റ്സ് എ ലിക്വിഡ് ഫോമാണ്. അതിന് എപ്പോഴും ഒരു സൊല്യൂട്ട് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഫോമാണ് ഈ സെൽ സാപ്പ് എന്ന് പറയുന്നത്. ഈ റൂട്ട് ഹെയർസിലുള്ള സെൽ സാപ്പ് എന്ന് പറയുന്നത് ഹൈ കോൺസെൻട്രേഷൻ ആയിരിക്കും, അതിന് ഉയർന്ന സാന്ദ്രതയായിരിക്കും. എന്ന് വെച്ചാൽ ഒരുപാട് സൊല്യൂട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഹൈ കോൺസെൻട്രേഷൻ ആയിരിക്കും. നമ്മുടെ സറൗണ്ടിങ് സോയിൽ വാട്ടറിനെ കാട്ടി നമ്മൾ ചുറ്റുപാട് ഒരു പ്ലാന്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് അതിൻ്റെ ചുവട്ടിലെല്ലാം ഒത്തിരി മണ്ണും വെള്ളവും വളവും എല്ലാം ഉണ്ടല്ലോ. അപ്പം സറൗണ്ടിങ് സോയിൽ വാട്ടറിനെ കാട്ടി കൂടുതലായിരിക്കും ഈ റൂട്ട് ഹെയറിലുള്ള സെൽ സാപ്പിലുള്ള സൊല്യൂട്ട്സിൻ്റെ കണ്ടൻറ്റ്. അതിനകത്താണ് ഹൈ കോൺസെൻട്രേഷൻ കാണും ഒരുപാട്. ആ വാട്ടറിലും മിനറൽസിനകത്ത് എല്ലാം നല്ല ഹൈ കോൺസെൻട്രേഷൻ കാണുമെന്നാണ് പറയുന്നത് ആ സൊല്യൂട്ടിൽ. ഇതിനെല്ലാം വെച്ചാണ് നമ്മൾ വാട്ടർ അബ്സോർപ്ഷൻ ചെടികളിൽ നടക്കുന്നു എന്ന് പറയുന്നത്. ദിസ് പ്രൊമോട്ട്സ് വാട്ടർ അബ്സോർപ്ഷൻ. വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നതിന് പ്രൊമോട്ട് ചെയ്യുന്നത് ഈ സെൽ സാപ്പ് കൂടിയാണ്. ഓക്കെ, ഇനിയെന്ന് പറയുന്നത് സ്പെഷ്യാലിറ്റി ഓഫ് റൂട്ട് ഹെയർസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് സ്പെഷ്യാലിറ്റി ഓഫ് റൂട്ട് ഹെയർസ്? റൂട്ട് ഹെയർസിൻ്റെ സ്പെഷ്യാലിറ്റീസ് 3 രീതിയിലാണ് നമ്മളിവിടെ പറയുന്നത്. എന്താണെന്ന് നോക്കാം. സ്പെഷ്യാലിറ്റി ഓഫ് റൂട്ട് ഹെയർസ് 3 രീതിയിലാണ് നടക്കുന്നതെന്ന് 3 രീതിയിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ദ റൂട്ട് ഹെയർസ് ആർ വെൽ സ്യൂട്ടഡ് ഫോർ അബ്സോർബിങ് വാട്ടർ ഫ്രം ദ സോയിൽ ഇൻ 3 വേയ്സ്. റൂട്ട് ഹെയർസ് വാട്ടർ അബ്സോർബ് സോയിലുള്ള വാട്ടർ അബ്സോർബ് ചെയ്യുന്നത് 3 രീതിയിലാണ്. ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ദ ന്യൂമറസ് റൂട്ട് ഹെയർസ് പ്രൊവൈഡ് എ ലാർജ് സർഫസ് ഏരിയ. ധാരാളമായിട്ടുള്ള റൂട്ട് ഹെയർസ് ഉണ്ടെങ്കിൽ എന്താണ് ലാർജ് സർഫസ് ഏരിയയും കാണും. ഓക്കെ, നമുക്കറിയാമല്ലോ, നമുക്ക് ചെറിയൊരു പ്ലാന്റ് വെക്കുമ്പോഴത്തേനും ചെറിയ ഒരു മെയിൻ റൂട്ട് കാണും, പിന്നെ ലാറ്ററൽ റൂട്ട്സ് കുറച്ചുകൂടെ കാണും. അതിൽ നിന്നും ചെറിയ ഫൈൻ ഔട്ട് ഗ്രോത്ത്സ് വരുമ്പോൾ കുറേ റൂട്ട് ഹെയർസ് കാണും. ഓക്കെ, നമ്മൾ അറിയാം. അത് ഈ ചെറിയ പ്ലാന്റ് ആണല്ലോ വലുതായിട്ട് എന്തായാലും വരുന്നു, വലിയ വലിയ മരങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ അതിന് മെയിൻ റൂട്ട് എന്ന് പറയുന്നത് വലുതായിരിക്കും. ലാറ്ററൽ റൂട്ട് അതിലും കുറച്ചുകൂടെ കാണും. നമുക്കറിയാമല്ലോ, നമ്മൾ പറഞ്ഞില്ലേ, മെയിൻ റൂട്ടിനകത്ത് നിന്ന് വരുന്നതാണ് ലാറ്ററൽ റൂട്ട്സ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒത്തിരി റൂട്ട്സ് വരും. പിന്നെ
ഈ ലാറ്ററൽ റൂട്ടിൽ നിന്ന് ഒത്തിരി ഫൈൻ ഔട്ട് ഗ്രോത്ത്സ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനെയാണ് നമ്മൾ റൂട്ട് ഹെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെഷ്യാലിറ്റി അല്ലേ, റൂട്ട് ഹെയർസിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ന്യൂമറസ് റൂട്ട് ഹെയർസ് ഉള്ളെടുത്ത് വലിയ മരങ്ങൾക്കാണെങ്കിൽ ഒരുപാട് റൂട്ട് ഹെയർസ് കാണത്തില്ലേ. ചെറിയ ചെറിയ ചെടികൾക്കും ഉണ്ട്. അത് നമ്മൾ ഓരോ ചെടിയുടെ അപേക്ഷിച്ച് നമുക്ക് കാണാൻ പറ്റും. പ്രൊവൈഡ് എ ലാർജ് സർഫസ് ഏരിയ. അപ്പോൾ അതിന് ഒരുപാട് റൂട്ട് ഹെയർസ് ഉള്ളതിന് ഒരുപാട് ലാർജ് സർഫസ് ഏരിയയും കാണും. മോർ ദ സർഫസ് ഏരിയ ഗ്രേറ്റർ ഇസ് അബ്സോർപ്ഷൻ. അപ്പം ഈ വേരുകൾ വളർന്ന് നമുക്കറിയാം, ചെറിയൊരു ചെടി നിങ്ങളൊന്ന് പിച്ചിയെടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും. മണ്ണിൽ നിന്ന് നമ്മൾ വേരോടെ പിച്ചിയെടുക്കുന്നത്. അപ്പോൾ അത് ഇളക്കിയെടുക്കുമ്പോൾ നമുക്കറിയാം ആ വേര് എങ്ങോട്ടൊക്കെയാണ് പോയിരിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചല്ലേ പൊട്ടി ഇങ്ങോട്ട് നമ്മുടെ കയ്യിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം കുറച്ച് ഭാഗം മാത്രമേ ഉള്ളെങ്കിൽ അതിന് അത്രയും സർഫസ് ഏരിയ മതി. കുറച്ച് മാത്രം സോയിൽ എല്ലാം അബ്സോർബ് ചെയ്തിടും. അപ്പം ഒരുപാട് ദൂരത്തോട്ട് പോയിരിക്കുന്നതാണെങ്കിൽ ആ ഫുള്ള് സോയിലും ഈ സോയിലിനെ അപേക്ഷിച്ചല്ലേ ഈ ചെടി വളരുന്നത്. അതാണ് പറയുന്നത് മോർ ദ സർഫസ് ഏരിയ ഗ്രേറ്റർ ഇസ് അബ്സോർപ്ഷൻ. വലിയ സർഫസ് ഒരുപാട് ദൂരത്തോട്ടൊക്കെ ഈ വേരുകൾ പോവുകയാണെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള അബ്സോർപ്ഷനാണ് നടക്കുന്നത്. ഇനി രണ്ടാമത് പറയുന്നതാണ് റൂട്ട് ഹെയർസ് കണ്ടെയ്ൻ സെൽ സാപ്പ് വിച്ച് ഈസ് ഓഫ് എ ഹയർ കോൺസെൻട്രേഷൻ ദാൻ ദ സറൗണ്ടിങ് സോയിൽ വാട്ടർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ സെൽ സാപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞ് കഴിഞ്ഞ കാര്യമാണ്. അത് ഒന്നും കൂടെ എഴുതി വെച്ചിരിക്കുന്നതേ ഉള്ളൂ ഇവിടെ. റൂട്ട് ഹെയർസിലുള്ള സെൽ സാപ്പിൻ എന്ന് പറയുന്നത് ഹയർ കോൺസെൻട്രേഷൻ ആയിരിക്കും. അതിന് ഒരുപാട് ഉയർന്ന സാന്ദ്രതയായിരിക്കും ദാൻ ദ സറൗണ്ടിങ് സോയിൽ വാട്ടർ. ചുറ്റുപാടുമുള്ള ആ സോയിലിനെ കാട്ടി ഒരുപാട് ഹയർ കോൺസെൻട്രേഷൻ കാണും നമ്മുടെ ഈ റൂട്ട് ഹെയർസിലുള്ള സെൽ സാപ്പിന്. അതായത് ഈ സെൽ സാപ്പ് നമ്മൾ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മളൊരു ലിക്വിഡ് മീഡിയമാണ് ഈ സെൽ സാപ്പ് എന്ന് പറയുന്നത്. ആ ലിക്വിഡ് മീഡിയത്തിന് എന്താണ് ഇതിനെ നമ്മൾ ബുക്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അല്ലാതെ പറഞ്ഞു തരിക. നോൺ വുഡി പ്ലാന്റ്സിന് മെക്കാനിക്കൽ സപ്പോർട്ട് എല്ലാം കൊടുക്കുന്നത് ഈ സെൽ സാപ്പാണ്. ഓക്കെ, അത് നിങ്ങളിപ്പോൾ നോക്കണ്ട. നമുക്ക് ഈ ടെക്സ്റ്റിനകത്ത് കിടക്കുന്നത് കറക്റ്റായിട്ട് അങ്ങോട്ട് പഠിച്ചു പോവുക. ബാക്കി എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾ ചോദിക്കുക, നമ്മൾ പറയും. പക്ഷേ നമുക്ക് ഈ ടെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചേ പറ്റും. അതെന്തായാലും പഠിച്ചിരിക്കുക കേട്ടോ, അതിനകത്തൊന്നും സ്കിപ്പ് ചെയ്യാൻ പോകരുത്. ഇനി നെക്സ്റ്റ് മൂന്നാമതായിട്ട് പറയുന്നത് സെൽ വോൾ ഇസ് ഫ്രീലി പെർമിയബിൾ ആയിരിക്കും. അപ്പം ഇതിൻ്റെ സെൽ വോൾ എന്ന് പറയുന്നത് ഫ്രീലി പെർമിയബിൾ ആണ് നമ്മൾ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. സെമി പെർമിയബിളിലൊക്കെ പറഞ്ഞു പോയ കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഇനി നമ്മളതൊന്നും കൂടെ പറയുന്നില്ല. സെമി പെർമിയബിൾ അല്ലാതെ സെൽ വോൾ എന്ന് പറയുന്നത് ഫ്രീലി പെർമിയബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് എങ്ങനെയാണെന്നും സെമി പെർമിയബിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ്. ഈ സെമി പെർമിയബിൾ നേച്ചറുള്ള ഒരു ഡയഗ്രമാണ് നമുക്കിവിടെ നെക്സ്റ്റ് പേജിൽ ഷോ ചെയ്യുന്നത്. നമുക്ക് എന്തുവന്നത് നോക്കുമ്പോൾ മനസ്സിലാവും. അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് പലത് ഓസ്മോസിസ് എന്ന് പറഞ്ഞ ഒരു ടേം തന്നെ നമുക്ക് പഠിക്കാനും പറ്റും. നോക്കാം എന്താണെന്ന്. നമുക്ക് ആ പിക്ചർ കാണുമ്പം തന്നെ പറയാനും പഠിക്കാനും പറ്റുന്നതാണ്. ഈ എഴുതി വെച്ചിരിക്കുന്ന ഫുള്ളൊന്നും നോക്കി കിടന്നു ഭയങ്കരമായിട്ടിരുന്ന് വിഷമിക്കണം. നമുക്ക് ആ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണെന്നുള്ളത്. ഫസ്റ്റ് നടുക്ക് ഒരു ബ്ലോക്ക് പോലെ ഒരു 5-6 പീസസ് കട്ടകൾ തന്നിട്ട് അതിനെയാണ് നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സെമി പെർമിയബിൾ എപ്പോഴും ഓർക്കുക, ഹാഫായിട്ട് മാത്രം കടത്തി വിടുന്നത്, ലാർജ് മോളിക്യൂൾസിനെ കടത്തി വിടുന്നില്ല. അതാണ് സെമി പെർമിയബിൾ. ഫ്രീലി പെർമിയബിൾ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? പറയുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും വീണ്ടും ഞാൻ പറയാം. ഫ്രീലി പെർമിയബിൾ എന്ന് വെച്ചാൽ സ്വതന്ത്രമായിട്ട് വാട്ടർ മോളിക്യൂൾസിനെ എല്ലാം കടത്തി വിടുന്നത്. ചിലപ്പോൾ ഇത്തിരി നമ്മൾ സ്പീഡിൽ പറയുമ്പോഴത്തേനും ഇങ്ങനെ തെറ്റിപ്പോവും, വാക്കുകളിൽ അക്ഷരത്തെറ്റ് വരും ഇല്ലേ, അങ്ങ് ക്ഷമിച്ചേക്കുക. അപ്പം നമുക്ക് ഇവിടെ ഈ ഡയഗ്രത്തിലൊന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. സെമി പെർമിയബിൾ എന്ന് പറഞ്ഞ് കുറച്ച് പീസ് ഓഫ് ബ്ലോക്സ് വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ അത് കാണുമ്പോൾ ജസ്റ്റ് ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ കുറേ ഷുഗർ മോളിക്യൂൾസും, എ സൈഡിൽ കുറേ വാട്ടർ മോളിക്യൂൾസും, ബി സൈഡിൽ കുറേ ഷുഗർ മോളിക്യൂൾസും. അപ്പോൾ ഇതിനകത്ത് നോക്കി നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നതിനകത്ത്? നമുക്ക് ഈ പടമൊന്നും കണ്ടില്ലേ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. നടുക്കൊരു ഇങ്ങനെ സെമി പെർമിയബിൾ മെംബ്രെയിൻ പോലെ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യം വെച്ചിട്ട് നമുക്ക് വലിയതും ചെറുതുമായിട്ട് എന്തെങ്കിലും സബ്സ്റ്റൻസും വെക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകുന്നത് നമുക്കറിയാം. വലിയ ഏതെങ്കിലും ഒരു സാധനം ചെറിയൊരു സ്മോൾ പോറിലൂടെ ഒരു ചെറിയ ഓട്ടയിൽ കൂടെ കയറി പോകാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ചെറിയ ഈ പോർസിന് ചെറിയ സുഷിരത്തിൽ കൂടെ
ചെറിയ ആൾക്കാർക്ക് ഒത്തിരി പേർക്ക് പോകാൻ പറ്റും, പക്ഷേ വലുതിന് എന്തായാലും പോകാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ സെയിം തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. എന്താണ് ഈ വാട്ടർ മോളിക്യൂൾസ് ഈസിലി പാസ് ത്രൂ ദീസ് പോർസ്, സെമി പെർമിയബിളിൻ്റെ ഇടയ്ക്കുള്ള ഈ നമുക്ക് എന്താ കടന്നു പോകാൻ സാധിക്കുന്നു എന്ന് കാണിക്കുന്നതിനാണ് നടുക്ക് ഇങ്ങനെ ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത്. ബ്ലൂ എന്നിട്ട് റെഡ് ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ മാർക്സ് കാണിച്ചിരിക്കുന്നത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ വാട്ടർ മോളിക്യൂൾസ് ഇപ്പുറത്തെ ബി സൈഡിലോട്ട് ഒരുപാട് കയറി വരുന്നുണ്ട്. പക്ഷേ ബി സൈഡിലുള്ള ഷുഗർ മോളിക്യൂൾസ് അപ്പുറത്തോട്ട് പോകത്തില്ല. എന്താണ് കാര്യം? ഇതിന് വലിപ്പമുണ്ട്, ഷുഗർ മോളിക്യൂൾസിന് വലിപ്പമുണ്ട്, ഇവിടെ ചെറിയ ദ്വാരവലേ ഉള്ളൂ. അത് തന്നെ ആലോചിച്ചാൽ മതി, അല്ല വേറെ കൂടുതൽ തല പുകയൊന്നും വേണ്ട. അപ്പം വാട്ടർ മോളിക്യൂൾസിൻ്റെ സൈഡിൽ ഡിക്രീസ് ആയിരിക്കും എപ്പോഴും. എന്താ വാട്ടർ മോളിക്യൂൾസ് എന്ന് വെച്ചാൽ അത് ഇപ്പുറത്തോട്ട് ഓടി ഓടി പോകുന്നില്ലേ, അതുകൊണ്ട്. പക്ഷേ ഷുഗർ മോളിക്യൂൾസിൻ്റെ അവിടെ എപ്പോഴും ഇൻക്രീസ് ആയിരിക്കും. എന്താണ് ഇൻക്രീസ് കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഷുഗർ മോളിക്യൂൾസിനോട് അപ്പുറത്ത് കിടക്കുന്ന വാട്ടർ മോളിക്യൂൾസും കൂടെ ഇപ്പുറത്ത് വന്നിരുന്നാൽ ഭയങ്കരമാകത്തില്ല. നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ അപ്പുറവും ഇപ്പുറവും ഒരു ക്ലാസ്സിൽ ഒത്തിരി പിള്ളേരുണ്ട്, ഒരു ക്ലാസ്സിൽ കുറച്ച് പിള്ളേർ മാത്രമല്ല, അവിടുന്ന് ഇങ്ങോട്ട് ഈ ഒത്തിരിയുള്ള പിള്ളേരിൽ നിന്ന് ഇപ്പുറത്തോട്ട് കുറച്ച് നമ്മൾ ആക്കത്തില്ലേ, അതുപോലൊക്കെ തന്നെ ഉള്ളു ഇതും പറയുന്നത്. എളുപ്പം പറയുന്നതന്നേ ഉള്ളൂ കേട്ടോ, കറക്റ്റായിട്ട് അതാന്ന് വിചാരിക്കരുത്. ഇത് നമുക്ക് ഒന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതന്നേ ഉള്ളൂ. ഒരു വലിയ ക്ലാസ്സിനകത്ത് കുറേ പിള്ളേരെ കുത്തി നിറച്ച് വെച്ചിരിക്കുന്നു. പക്ഷേ അതുപോലെ തന്നെ ഇപ്പുറവും സെയിം ഒരു വലിയ ക്ലാസ്സാണ്, പക്ഷേ കുറച്ച് പിള്ളേരേ ഉള്ളൂ. അപ്പോൾ ആ ഡിവിഷനിലോട്ട് ഇപ്പോൾ 9ലെയോ 8ലെയൊക്കെ ആ പിള്ളേരെ ആണെങ്കിൽ അത് കറക്റ്റ് ആ സെയിം ക്ലാസ്സസ് ആണെങ്കിൽ ഒഴിവുള്ളത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കത്തില്ല. അതുപോലെ നമുക്ക് ഈ സെമി പെർമിയബിൾ മെമ്പറിനെ നടുക്കുണ്ടെങ്കിൽ പോലും ഈ ചെറിയ വാട്ടർ മോളിക്യൂൾസ് കൂടുതലായിട്ട് ഇപ്പുറത്തോട്ട് വരും. നമുക്ക് അതിനകത്ത് സ്ഥലമുണ്ട്, വാട്ടർ മോളിക്യൂൾ കടക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ മറ്റേ വലിയവർക്ക് ആർക്കും അപ്പുറത്തോട്ട് പോകാൻ പറ്റൂല. ഒരു ചെറിയ ഇടനാഴിയിൽ കൂടെ ഒരു വലിയൊരു ഗുണ്ടൊരു കൊച്ചും ചെറിയൊരു മെലിഞ്ഞ കൊച്ചിനും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റില്ല. ആ ഗുണ്ട് അവിടെ നിന്ന് ഞെരുങ്ങി നിൽക്കും. പക്ഷേ ചെറിയ കൊച്ചിനാകുമ്പം സ്മൂത്തായിട്ട് അങ്ങ് ഓടിപ്പോകാൻ പറ്റും. ഇത്രയേ ഉള്ളൂ, മനസ്സിലായോ? മറ്റേതൊന്നും ഓർക്കണ്ട, ഇത് മാത്രം ഓർത്താൽ. ഇതിനകത്ത് ഇനി നമുക്ക് നോക്കാം. ഈ എ സൈഡിൽ കാര്യം പറയാം, കണ്ടെയ്നിങ് ഓൺലി വാട്ടർ മോളിക്യൂൾസ് ഇസ് എ ഡൈല്യൂട്ട് സൊല്യൂഷൻ, വെയർആസ് ഇൻ ബി സൈഡ് ബി containing sugar solution is a concentrated solution, as here the water molecules are comparatively less and sugar molecules are more. അപ്പോൾ നമ്മളിപ്പോൾ ഈ മലയാളത്തിൽ ഇത്രയും നേരം ഘോരം പ്രസംഗിച്ചത് ഇപ്പോൾ ഈ എഴുതി വെച്ചിരിക്കുന്ന സംഭവമാണ്. ഓക്കെ, അത് തന്നെയാണ് താഴോട്ടും കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അതിനകത്തിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പഠിക്കാൻ പോവുകയാണ്. ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓസ്മോസിസ്. അതെന്താണെന്ന് നോക്കാം. നമുക്ക് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണേ, നമുക്ക് നോക്കാം. The movement of water molecules from a dilute solution to a concentrated solution across a semi-permeable membrane is known as osmosis. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പല രീതിക്ക് എഴുതി വെച്ച് ഓരോ ആൻസേഴ്സും കൂടെ ആക്കിയിരിക്കുന്നു, അത്രയേ ഉള്ളൂ. മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ ഡൈല്യൂട്ട് സൊല്യൂഷനിൽ നിന്നും ടു എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. പക്ഷേ എപ്പോഴും നോക്കുക, വാട്ടർ മോളിക്യൂൾസ് എവിടെ നിന്ന് എവിടെയോട്ടാ? ഡൈല്യൂട്ട് സൊല്യൂഷനിൽ നിന്നും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലോട്ട്. എങ്ങനെയാണ്? അക്രോസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ആ സംഭവം എഴുതാതെ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. ആ സെമി പെർമിയബിൾ മെംബ്രെയിൻ വേണം അവിടെ. അതിന് ഇത് നടക്കുന്ന ഒരു രീതിക്കാണ് പറയുന്ന പേരാണ് എന്താണ്? ഓസ്മോസിസ്. വാട്ടർ മോളിക്യൂൾസ്, മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് എപ്പോഴും എങ്ങനെയാണ്? ഡൈല്യൂട്ട് സൊല്യൂഷനിൽ നിന്നും ഫ്രം എ ഡൈല്യൂട്ട് സൊല്യൂഷൻ ടു എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ അക്രോസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഈസ് കോൾഡ് ഓസ്മോസിസ്. ഇനി എന്ന് പറയുന്നത് 3 types of movements of molecules are seen in plants. മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ്സിനെ നമുക്ക് 3 types ആയിട്ടാണ് പ്ലാന്റ്സിൽ നടക്കുന്നതെന്നാണ് പറയുന്നത്. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഡിഫ്യൂഷൻ, സെക്കൻഡ് വൺ ഓസ്മോസിസ്, ദെൻ തേർഡ് എന്ന് പറയുന്ന ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഡിഫ്യൂഷൻ എന്താണെന്ന് നോക്കാം. അതും മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്. ഏതൊക്കെ മോളിക്യൂൾസ് ആ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ ഗ്യാസ്, ലിക്വിഡ് ഓർ സോളിഡ് ഉണ്ട്. ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഹൈയിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ട്, ഹൈ കോൺസെൻട്രേഷനിൽ നിന്നും ഉയർന്ന സാന്ദ്രതയിൽ നിന്നും ലെസ്സായിട്ടുള്ള സാന്ദ്രതയിലോട്ട് വരുന്ന ലോവർ കോൺസെൻട്രേഷനിലോട്ട് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. അതായത് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്. ഏതൊക്കെ മോളിക്യൂൾസ്? ഗ്യാസ്, ലിക്വിഡ് ഓർ സോളിഡോ ആവാം, ഏത് വേണമെങ്കിലും, ഇത് മൂന്നിൽ ഏത് വേണമെങ്കിലും. ഹൈയിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ട് വരുന്നതിന് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. In daytime, carbon dioxide diffuses from the atmosphere into the leaf cells and the oxygen diffuses out from the leaf cells into the atmosphere during photosynthesis. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമല്ലേ ഇതെല്ലാം. ഇനി സെക്കൻഡ് വൺ ഓസ്മോസിസ്. എന്താണ് ഓസ്മോസിസ് നോക്കുവാണ്. ഓസ്മോസിസും എന്നിട്ട് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ഓഫ് മോളിക്യൂൾസ് ആർ സീൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ് ഇത് മൊത്തത്തിൽ നല്ല ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓക്കെ,
ഇനി സെക്കൻഡ് വൺ ഓസ്മോസിസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഓസ്മോസിസ്? ഇറ്റ്സ് എ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ഇറ്റ്സ് റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സെയിം പോലെ തന്നെയാണ്. ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ട് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ വരുന്ന ഇതിന് പറയുന്ന പേരാണ് ഓസ്മോസിസ്. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് തേർഡ് വൺ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പം പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. വാട്ടർ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ലോവറിൽ നിന്നും ഹയറിലോട്ട്, മറ്റേ നമ്മൾ ഹൈ ടു ലോവർ എന്നൊക്കെ പറഞ്ഞു. ഇതെന്ന് പറയുന്നത് ഓസ്മോസിസിൽ നമ്മൾ ഹയറിൽ നിന്നും ലോവറിലോട്ടാണ്, അതിന് സെമി പെർമിയബിൾ മെംബ്രെയിൻ വേണമെന്നൊക്കെ പറഞ്ഞു. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ദ ലോവർ കോൺസെൻട്രേഷൻ ടു എ ഹയർ കോൺസെൻട്രേഷൻ. ഇത് ലോവറിൽ നിന്നും ഹയർ ആണ്. പിന്നെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന് എനർജി വേണം. ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ നടക്കണമെങ്കിൽ റിക്വയർസ് എനർജി ആൻഡ് ഇസ് കോൾഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഓക്കെ, എല്ലാം മനസ്സിലായോ? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണെന്ന് നമ്മളൊരു 1 മാർക്ക് ക്വസ്റ്റ്യന് വേണ്ടിയുള്ളതിൽ പഠിച്ചിട്ടുള്ളൂ. 2 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഇനിയും ഡിഫൈൻ ചെയ്ത് എഴുതേണ്ടി വരും. എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനകത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ലോവർ ടു ഹയർ കോൺസെൻട്രേഷൻ റിക്വയർസ് എനർജി എന്ന് പറയുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇനി എന്ന് പറഞ്ഞാൽ റൂട്ട് ഹെയർസ് അബ്സോർബ് ബോത്ത് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. നമുക്കറിയാവുന്ന കാര്യം. റൂട്ട് ഹെയർസ് ആണല്ലോ എപ്പോഴും വാട്ടറേയും മിനറൽസിനെ എല്ലാം അബ്സോർബ് ചെയ്യുന്നത് സോയിലിൽ നിന്നും. വാട്ടർ എൻറ്റേഴ്സ് റൂട്ട് ഹെയർസിൽ ബൈ ഓസ്മോസിസ്. വാട്ടർ എങ്ങനെയാണ് റൂട്ട് ഹെയർസിൽ കിട്ടുന്നത്, എൻ്റർ ചെയ്യുന്നത്? ഓസ്മോസിസ് എന്ന പ്രക്രിയയിലൂടെയാണ്. ബിക്കോസ് അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇസ് ഹയർ ഇൻ ദ സോയിൽ. വാട്ടർ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഉയർന്നു നിൽക്കത്തേ ഉള്ളൂ സോയിലിൽ ദാൻ ഇൻസൈഡ് ദ റൂട്ട് ഹെയർസ്. ഈ റൂട്ട് ഹെയർസിനെ കാട്ടി ഉയർന്നു നിൽക്കത്തേ ഉള്ളൂ വാട്ടർ മോളിക്യൂൾസ്. വാട്ടർ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സോയിലുള്ള വാട്ടർ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും ഹൈ ആയിരിക്കും റൂട്ട് ഹെയർസിനെ കാട്ടി. പക്ഷേ ബട്ട് ഇൻ കേസ് ഓഫ് മിനറൽസിൻ്റെ കേസിൽ എന്ന് പറയുന്നത് ദേ ആർ മോർ ഇൻ കോൺസെൻട്രേഷൻ ഇൻസൈഡ് ദ റൂട്ട് ഹെയർസ്. റൂട്ട് ഹെയർസിലായിരിക്കും ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതൽ. അപ്പം നേരത്തെ ഒരെണ്ണം നമ്മൾ പഠിച്ചു വെച്ചാൽ മറ്റേത് കിട്ടും. ആദ്യം എന്താ പറഞ്ഞത്? കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇസ് ഹയർ ഇൻ ദ സോയിൽ. സോയിലിലായിരിക്കും വാട്ടർ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ ഹൈ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എന്നാ പറയുന്നത്? മിനറൽസിൻ്റെ കേസിൽ എന്താ പറയുന്നത്? കോൺസെൻട്രേഷൻ ഇൻസൈഡ് ദ റൂട്ട് ഹെയർസ് ദാൻ ഇൻ ദ സോയിൽ. അപ്പം റൂട്ട് ഹെയർസിനാണ് ഇവിടെ മോർ കോൺസെൻട്രേഷൻ, ഹൈ കോൺസെൻട്രേഷൻ ഉള്ളതെന്നാണ് പറയുന്നത്. ദീസ് മിനറൽസ് ഹാവ് ടു ബി അബ്സോർബ് ഫ്രം എ ലെവൽ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു എ ലെവൽ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് ഒന്ന് ഓർത്ത് നോക്കി. കഴിഞ്ഞ ക്ലാസ്സിലേക്ക് നമ്മൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഉറപ്പിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡിനകത്ത് നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് സൊല്യൂട്ട്സ് അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഫുഡ് എന്താണെന്ന് എങ്ങനെ ചോദിച്ചാലും സെയിം ആൻസർ തന്നെ. ട്രാൻസ്ലൊക്കേഷൻ ഓഫ് സൊല്യൂട്ട് എന്നാണെങ്കിലും ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഫുഡ് എന്ന് ചോദിച്ചാൽ അത് പഠിച്ചു. പിന്നെ നമ്മൾ റൂട്ട് ഹെയർസ് ഏതൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും ഉള്ളതും ഒക്കെ നമ്മൾ പഠിച്ചു. സ്പെഷ്യാലിറ്റി ഓഫ് റൂട്ട് ഹെയർസ് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ച എന്താണ്? ഓസ്മോസിസ്. പിന്നെ 3 types of movements of molecules are seen in plants എന്ന് പഠിച്ചു. അത് ഏതൊക്കെയാണ്? ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇത് ഇത്രയും പറഞ്ഞ് നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. അസെൻറ്റ് ഓഫ് സാപ്പ്, റൂട്ട് പ്രഷർ എന്നൊക്കെ ഉള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അതും പിന്നെ ട്രാൻസ്പിറേഷനുമായിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.